ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നോക്കാം. എന്ത് മെസ്സേജസ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് നമുക്ക് നോക്കാം. എന്ത് സന്തോഷമാണ്. ഇത് സൺ കാർഡാണ് ഫസ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത്, കണ്ടോ. അടുത്തായിട്ട് ഇത് ഫൂൾ കാർഡാണ് വന്നിരിക്കുന്നത്. ഫോർ ഓഫ് പെന്റക്കിൾസ്, നൈറ്റ് ഓഫ് കപ്സ്, ചാരിയറ്റ് വന്നിട്ടുണ്ട്, ഏസ് ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്. രണ്ട് കാർഡ്സ് എടുത്തിട്ട് നമുക്ക് റീഡ് ചെയ്യാതെ. പേജ് ഓഫ് പെന്റക്കിൾസ്, നൈറ്റ് ഓഫ് വാൺസ്, ബോട്ടം വന്നിരിക്കുന്നത് നയൻ ഓഫ് വാൺസിന്റെ എനർജിയാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫസ്റ്റില് സണ്ണാണ് വന്നിരിക്കുന്നത്. സൺ കാർഡ് കണ്ടില്ലേ. സണ്ണിന്റെ എനർജി എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങൾക്ക് നല്ല ഒരു പ്രകാശത്തിലേക്ക്, ഇരുളിൽ ഇരിക്കുകയാണോ ഇപ്പോൾ, പെട്ടെന്ന് വെളിച്ചം വരുമ്പോഴെന്താണ്, വല്ലാത്തൊരു സന്തോഷം അല്ലേ. അതിരാവിലെ സൂര്യൻ ഉദിക്കുമ്പോഴുള്ള ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് പോലെ നമ്മൾ നല്ല വിഷമത്തിൽ നിന്നും നല്ല ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് അതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കിട്ടുക, അല്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു മാർഗം തെളിഞ്ഞു കിട്ടുക, നമ്മൾ അനുഭവിക്കുന്ന വിഷമത്തിൽ നിന്ന് നമുക്ക് അതിനായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു മാർഗം തെളിഞ്ഞു കിട്ടുക, ഒരു സന്തോഷത്തിലേക്ക് പോകാൻ കഴിയുക. ഇതൊക്കെയാണ് നമുക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന മെസ്സേജ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഒരുപാട് വിഷമങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം സന്തോഷം അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. സണ്ണിന്റെ എനർജി എന്ന് പറയുമ്പോൾ ഹാപ്പിനെസ് ആണ്, വിക്ടറി, അതുപോലെ വിജയം, സന്തോഷം, ഇതൊക്കെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം അനുഭവിക്കാൻ കഴിയും. അത് ഏത് വിധത്തിലായാലും. നിങ്ങൾ ചിലപ്പോൾ പല കാര്യങ്ങളും സെലിബ്രേറ്റ് ചെയ്യുന്ന കാര്യമാകാം. ഇനി അതുമല്ല എങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് ചില വിഷമങ്ങളെല്ലാം കളഞ്ഞിട്ട് നിങ്ങൾ മറ്റൊരു മാർഗം തേടി പോകുന്നതായിരിക്കാം. അവിടെ നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്നതാവാം. ഇനി ചിലപ്പോൾ ചില ജോലി ലഭിക്കുന്നതാവാം, എന്തെങ്കിലും വീടിന്റെ ചില കാര്യങ്ങളാവാം, ചിലപ്പോൾ വിവാഹം നടക്കുന്നതാവാം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്കിപ്പോൾ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന എനർജി അനുസരിച്ച് അടുത്തതായിട്ട് ഫൂൾ കാർഡാണ് വന്നിരിക്കുന്നത്, കണ്ടില്ലേ. ഇവിടെ നിങ്ങളുടെ പുതിയൊരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. പുതിയൊരു തുടക്കം എന്ന് പറയുമ്പോൾ ഈ സന്തോഷം കണ്ടില്ലേ, ഇവിടെ ഇരുളിൽ നിന്നുമാണ് വെളിച്ചത്തിലേക്ക് പോയത്. അപ്പോൾ അങ്ങനെ വെളിച്ചത്തിലേക്ക് പോകുന്നത്, അവിടെ അപ്പോൾ വെളിച്ചത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു അവബോധം ഉണ്ടാകുന്നു. മനസ്സിലായോ? നിങ്ങൾക്ക് അങ്ങനെ ഒരു അവബോധം ഉണ്ടാകുന്നു, ഞാൻ ഇത്രമാത്രം കഷ്ടപ്പെട്ടതിനൊക്കെ എനിക്കൊരു ഫലം കിട്ടിയല്ലോ. മനസ്സിലായി, എനിക്ക് എൻ്റെ ഇപ്പോഴത്തെ ദുഃഖമൊക്കെ ഒന്ന് മാറി, അപ്പോൾ ദൈവികമായ ഒരു അനുഗ്രഹം എന്നിലേക്ക് വന്നിരിക്കുന്നു. ഇതിൽ ഒരു ഉണർവ് കിട്ടുകയാണ് ചെയ്യുന്നത്. ഈ ഒരു എനർജിക്ക് ഒരു ഉണർവ് കിട്ടുന്നു. അതുകൊണ്ട് തന്നെ വീണ്ടും ആത്മീയമായ പാതയിലേക്ക് പോകണം എന്നാഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് ഇറങ്ങി പുറപ്പെടുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ മുന്നോട്ട് ഈ ഒരു എനർജിയിലേക്ക് പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങളെ ഇവിടെ വേണ്ടെന്ന് വെച്ചിട്ടാണ് പോകുന്നത്. ഒത്തിരി ഭൗതിക സന്തോഷങ്ങളെ ഇവിടെ വേണ്ടെന്ന് വെച്ചിട്ടാണ് ഈ ഒരു ആത്മീയ എനർജിയിലേക്ക് പോകുന്നത്. അപ്പോൾ ആത്മീയ എനർജിയിലേക്ക് പോകുമ്പോൾ ഡിവൈനുമായിട്ട് കണക്ട് ആവാം, പ്രപഞ്ചം എന്താണ് എന്നൊക്കെ അറിയാനുള്ള ഒരു താല്പര്യം ഉണ്ടാകുന്നു.
അങ്ങനെ ആ ഒരു താല്പര്യം തന്നെ മാനസികമായിട്ട് ഒരുപാട് സന്തോഷത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അങ്ങനെ ഒരു യാത്ര വേറൊന്നും ചിന്തിക്കാതെ യൂണിവേഴ്സിനെ വിശ്വസിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇന്നത്തെ ദിവസം യൂണിവേഴ്സിൽ അമിതമായ വിശ്വാസം കൊടുത്തുകൊണ്ട് പുതിയ ചില പ്രവർത്തികൾ അല്ലെങ്കിൽ പുതിയ ചില കാര്യങ്ങളൊക്കെ തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ പിന്നീട് വന്നിരിക്കുക, അല്ല എങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള ചിലപ്പോൾ ഒരു ആത്മീയ യാത്രയാവാം. ചിലപ്പോൾ ഏതെങ്കിലും ക്ഷേത്രങ്ങളിലൊക്കെ പോകാൻ നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. പഴയ ചില കാര്യങ്ങളൊക്കെ വേണ്ടെന്ന് വെക്കുക. ഒരുപാട് ടോക്സിക് ആയിട്ടുള്ള എനർജീസിനെ നിങ്ങൾക്ക് വിട്ടുകളയാൻ സാധിക്കുന്നു ഈ ഒരു സമയത്ത്. മുന്നോട്ട് കുറച്ചുകൂടി മൈൻഡ് കുറച്ചുകൂടി ഒന്ന് ഫ്രഷ് ആവുന്ന ഒരു സമയം. മനസ്സിലായി. ഇനി എനിക്ക് വലിയ ദുഃഖങ്ങളൊന്നുമില്ല, ഞാൻ കുറച്ച് നല്ല സന്തോഷത്തിലേക്കാണ് ഇനി പോകാൻ പോകുന്നത്, അങ്ങനെയൊക്കെയുള്ള ഒരു വിശ്വാസം വരുന്നു. ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് സാധ്യമാകാൻ പോകുന്നു, എനിക്ക് എന്തൊക്കെ ഉൾക്കാഴ്ച ലഭിക്കുന്നു, പഴയതുപോലെ ഒന്നുമല്ല, എനിക്ക് കുറച്ചൊക്കെ ഒരുപാട് വ്യത്യാസം വരുന്നു എൻ്റെ സ്വഭാവത്തിൽ തന്നെ, അല്ല എങ്കിൽ എൻ്റെ എനർജിയിൽ തന്നെ എനിക്ക് നല്ലൊരു വ്യത്യാസം വരുന്നു എന്നൊക്കെ സ്വയം തോന്നുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ 4 ഓഫ് പെന്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വഴിയിലൂടെ പോകുമ്പോൾ തീർച്ചയായിട്ടും ജീവിതത്തിൽ അഭിവൃദ്ധി വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. ജീവിതത്തിലെ അഭിവൃദ്ധി എന്ന് പറയുമ്പോൾ സാമ്പത്തികപരമായിട്ട് ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ ഡിവൈനുമായിട്ട് കണക്റ്റ് ആകുമ്പോൾ, അതല്ല യൂണിവേഴ്സിൽ അമിതമായിട്ട് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ആത്മീയ വളർച്ച എത്രത്തോളം വലുതാകുന്നു, കൂടുന്നുവോ, അതുപോലെ നിങ്ങളുടെ മറ്റു പല കാര്യങ്ങളിലും അഭിവൃദ്ധി ഉണ്ടാകും. മനസ്സിലായോ? നിങ്ങൾ ഏതെങ്കിലും ചിലപ്പോൾ ജോലിക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ലഭിക്കും. അതുപോലെ ഇവിടെ ജോലിക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്, ജോലിക്ക് നോക്കിയിരിക്കുന്നവർക്ക്, ശ്രമിക്കുന്നവർക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ വന്നു ചേരുകയും ചെയ്യും. അതുപോലെയാണ് ഇവിടെ സാമ്പത്തികത്തിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് അതിൻ്റെതായ ഒരു സ്ഥിരത വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ചാരിറ്റിക്കും നിങ്ങൾക്ക് എനർജി ഉണ്ടാവുന്നു, മറ്റുള്ളവർക്ക് പാവങ്ങളെ കൂടെ കൊടുത്ത് സഹായിക്കാനുള്ള എനർജി ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെയും നിങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വീണ്ടും സാമ്പത്തികം വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. കാരണം അടുത്തതായിട്ട് നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളിലേക്ക് ആരോ ദൈവികമായ എനർജിയുള്ള നല്ല ദൈവവിശ്വാസമുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ ഡിവൈനുമായിട്ട് അത്രയധികം കണക്ഷൻ ഉള്ള ഒരു വ്യക്തി നിങ്ങളിലേക്ക് സ്നേഹം ചൊരിയുന്നു, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾക്കൊരു മെസ്സേജ് ഇടാൻ ആഗ്രഹിക്കുന്നു, അതുമല്ല എങ്കിൽ നിങ്ങളോട് എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്ന എനർജി ആവാം. അതുപോലെ അപ്പോൾ ഇത്രമാത്രമാണ് ഇവിടെ കാണുന്നത്. ചിലപ്പോൾ ഇത് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആകാം. എവിടെയെങ്കിലും ദൂരെയുള്ള ആരെങ്കിലുമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചിലപ്പോൾ ആ വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നു ചേരാനും അല്ലെങ്കിൽ അവരുടെ മെസ്സേജ് വരാനും ഒക്കെയുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെയുമല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത്. അതുപോലെ അടുത്തതായിട്ട് ചാരിയട്ടാണ് വന്നിരിക്കുന്നത്. ചാരിയട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ വിക്ടറി ആൻഡ് സക്സസ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് കാണുന്നത്. വിക്ടറി ആൻഡ് സക്സസ് ആണ്, ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വിൽ പവർ ഉണ്ടാകുന്നു. അതുപോലെ പവർഫുൾ ആയിട്ട് മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന കാര്യം സാധിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ചിലപ്പോൾ നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു കോഴ്സിന് വേണ്ടി പഠിക്കാൻ പുറപ്പെടുന്ന സമയമാവാം. ഇനി അതുമല്ല, ചിലപ്പോൾ ഏതെങ്കിലും വാഹനം വാങ്ങിക്കണമെന്നുള്ള ആഗ്രഹം, ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് ചിലപ്പോൾ എവിടെയെങ്കിലും നിങ്ങൾക്കൊരു ലക്ഷ്യസ്ഥാനം കണ്ടിരിക്കുകയാണോ, അവിടെ എത്തിച്ചേരണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എത്തിച്ചേരും. നിഷ്പ്രയാസം നിങ്ങൾക്ക് അതിന് സാധിക്കും. നിഷ്പ്രയാസം നിങ്ങളുടെ മുൻപിൽ വരുന്ന ചില ചലഞ്ചസിനെ ഒക്കെ മറികടക്കാൻ നിങ്ങളെ കൊണ്ട് ഈ സമയത്ത് കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അതിനുള്ള ഒരു ഭാഗ്യം ഉണ്ടാകുന്നു എന്ന് കാണുന്ന പലരും വാഹനം വാങ്ങിക്കുന്ന എനർജി, അല്ലെങ്കിൽ ഒരു റീയൂണിയൻ നടക്കാൻ പിണങ്ങിപ്പോയ വ്യക്തികൾ നിങ്ങളിലേക്ക് തിരിച്ചു വന്ന് റീയൂണിയൻ സംഭവിക്കാം, അങ്ങനെയൊക്കെയുള്ള എനർജീസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ നല്ല ദൈവവിശ്വാസമുള്ള ആൾക്കാരുടെ എനർജിയും നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ഒരേപോലെ സുഖവും ദുഃഖവും ഒക്കെ ഒരേപോലെ ഒരേ വികാരത്തിൽ അതിനെ കൊണ്ടുപോകാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ സുഖം വരുമ്പോൾ ഒരുപാട് സന്തോഷിക്കുക, അല്ലെങ്കിൽ ദുഃഖം വരുമ്പോൾ ഒരുപാട് ദുഃഖത്തിലാണ്ടിരിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. രണ്ടും സമഭാവത്തോടുകൂടി കാണുക. മനസ്സിലായി? അങ്ങനെ ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അതിനെ കാണാൻ കഴിയുന്നു. കാരണം നിങ്ങൾക്ക് കുറച്ചുകൂടി
നിങ്ങൾ പഴയതിനെ അപേക്ഷിച്ച് പവർഫുൾ ആയിട്ട് മുന്നോട്ട് വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒന്നുമില്ലെങ്കിൽ, ഒരു വലിയ പ്രയത്നങ്ങൾ ഒന്നുമില്ലെങ്കിൽ കൂടി നിങ്ങളുടെ മനഃശക്തി കൊണ്ട് നിങ്ങൾ പല കാര്യങ്ങളും നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളെ കൊണ്ട് അത് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇന്നത്തെ ദിവസം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചിലപ്പോൾ യാത്ര ചെയ്യാം. ആ യാത്രയിൽ നിങ്ങൾക്ക് ഗുണകരമായ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. നിങ്ങൾ ചിലപ്പോൾ പ്രതീക്ഷിക്കുന്ന ചില വിജയങ്ങൾ നിങ്ങൾക്കുണ്ടാവാം. അതൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഇവിടെയോ ഏസ് ഓഫ് സോർട്സിന്റെ എനർജിയാണ്. പുതിയതായിട്ട് കണ്ടില്ലേ, പുതിയതായിട്ട് ചിലപ്പോൾ ജോലി ലഭിക്കാൻ നിങ്ങൾക്ക്, അതുപോലെ നിങ്ങൾക്കൊരു യാത്ര, ചിലപ്പോൾ വിദേശ യാത്രയാവാം. നിങ്ങളത് ബുദ്ധിപൂർവ്വം ആലോചിച്ച് വെച്ചിട്ടുണ്ടാവണം. ഇവിടെ പല കാര്യങ്ങൾക്കും നിങ്ങൾക്കൊരു ക്ലാരിറ്റി ലഭിക്കുന്നു എന്ന് കാണുന്നുണ്ട്. എല്ലാത്തിനും ഒരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ പിന്നെ വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ, അല്ലേ? ചിലപ്പോഴൊക്കെ മനസ്സ് കൺഫ്യൂസ്ഡ് ആവും. ഒരുപാട് ആശയങ്ങൾ മനസ്സിലേക്ക് ഇങ്ങനെ വരും. ചെയ്തു പോകേണ്ട കാര്യങ്ങൾ, എന്താണ് ചെയ്യാനുള്ളത് എന്നൊക്കെ ആലോചിച്ചിട്ട്, അല്ലെങ്കിൽ തീരുമാനം എടുക്കേണ്ടത് എങ്ങനെയാണ്, പുതിയ കോഴ്സിന് ചേരണം, പുതിയ ജോലിയിലേക്ക് പോകണം, അല്ലെങ്കിൽ പുതിയ വാഹനം വാങ്ങിക്കണം, ഇങ്ങനെയൊക്കെയുള്ള പുതിയ വീടിന്റെ കാര്യം, ഇങ്ങനെയൊക്കെ റിലേഷൻഷിപ്പിന്റെ കാര്യമായാലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ വിദേശത്ത് പോകുന്ന കാര്യം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ലഭിക്കുന്നു എന്നുള്ളതാണ്. മനസ്സ് കൺഫ്യൂസ്ഡ് ആയിരുന്നു. അവിടെ നിന്നുമാണ് നിങ്ങൾക്ക് പുതിയ ചില തുടക്കങ്ങളിലേക്ക് വരാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള സാഹചര്യം അടുത്തു വന്നിരിക്കുന്നു. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ മുന്നോട്ട് നിങ്ങൾക്ക് വളരെയധികം ഫാസ്റ്റിൽ പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത്. ഏസ് ഓഫ് സോർട്സ് ആണ്. കണ്ടില്ലേ, പുതിയ തുടക്കമാണ്. ബുദ്ധിപൂർവ്വം ചിന്തിച്ചു കൂട്ടിയ ചില കാര്യങ്ങൾക്ക് പുതിയൊരു തുടക്കം വന്നിരിക്കുന്നു. ആ ഒരു പുതിയ തുടക്കം എന്ന് പറയുന്നത് വളരെയധികം സക്സസ്സിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഇവിടെയോ പേജ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. ഇവിടെ ആർക്കെങ്കിലും ഒക്കെ ജോലി ലഭിക്കുന്ന എനർജിയാണ്. ജോലിക്ക് വേണ്ടി ഇവിടെ ആരൊക്കെയോ നോക്കിയിരിക്കുന്നുണ്ട്. കുറെ ദിവസങ്ങൾ കൊണ്ട് നമുക്ക് ഈ ഒരു കാർഡ് മിക്കവാറും വരും, അല്ലേ? ആർക്കെങ്കിലുമൊക്കെ നിങ്ങളിവിടെ പരിശ്രമിച്ചിട്ട് നോക്കിയിരിക്കുകയാണ്, അതിന് സമയമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ജോലി ലഭിക്കുന്നതാണ്. അതിനുള്ള സമയമായിരിക്കുന്നു. ജോലി ലഭിക്കാനുള്ള സാധ്യത, സാമ്പത്തികം വന്നു ചേരാനുള്ള സാധ്യത, അതാണ് ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്. പെന്റക്കിൾ, എർത്ത് സൈൻ, ടോറസ്, വർഗോ, കാപ്രിക്കോൺ എനർജി. ഇവിടെ സോഡ, എയർ സൈൻ, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. കപ്പ് വന്നിട്ടുണ്ട്. കപ്പ് വാട്ടർ സൈൻ, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. ഇവിടെ നൈറ്റ് ഓഫ് വാൺസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. വാൺസ് ഓഫ് ഫയർ സൈൻ, ഏരിയസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. ഇവിടെ വളരെയധികം കോൺഫിഡൻ്റ് ആയ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. എന്തോ നിങ്ങൾക്കൊരു കാര്യം നിങ്ങളോട് പറയാനായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ അധികമായ ആവേശത്തോടുകൂടി വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഒരു പടയാളിയുടെ ആവേശം. ഒരു പടയാളിയുടെ ആവേശം എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു കോൺഫിഡൻസോടുകൂടിയ ഒരു ആവേശം തന്നെയാണ്. അപ്പോൾ ഈ ഒരു ആവേശം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ജോലിക്കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങളോട് പറയാനാവാം. അതുമല്ല എങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് പോകാൻ ഉള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടെന്ന് പറയാനാവാം. ഈ ഒരു ആവേശം എന്ന് പറയുന്നത് എന്തെങ്കിലും ചില കാര്യങ്ങൾ ഫാസ്റ്റിൽ ഇവിടെ നടക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ, നിങ്ങൾ നോക്കിയിരിക്കുന്ന ചില കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് സാധിച്ചു കിട്ടും എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. ചിലപ്പോൾ ജോലിക്കാര്യമാകും, കരിയർ സംബന്ധമായ എന്ത് കാര്യമായാലും, ചിലപ്പോൾ പ്രൊമോഷനാകാം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കിവിടെ സാധിച്ചു കിട്ടാൻ പോകുന്നു, അല്ലെങ്കിൽ സാധ്യമാകാൻ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. നമുക്കിവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് 9 ഓഫ് വാൺസ് ആണ്. 9 ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ കണ്ടില്ല, തീർച്ചയായിട്ടും നിങ്ങളിവിടെ ഒരു കാര്യം നോക്കി നിൽക്കുകയാണ്. എന്തോ ഒന്നിനു വേണ്ടി നിങ്ങളിവിടെ പരിശ്രമിക്കുന്നു, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ വെയിറ്റ് ചെയ്യുന്ന കാര്യം കൂടെ വന്നു ചേർന്നാൽ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ലഭിക്കും എന്നുള്ളതാണ്. ജീവിതത്തിൽ ഒരു കംപ്ലീഷൻ നടക്കും എന്നുള്ളതാണ്. പിന്നീട് വന്നിരിക്കുന്ന ഹാങ്ഡ് മാൻ ആണ്. കാരണം ഈ ഹാങ്ഡ് മാൻ്റെ എനർജി എന്ന് പറയുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. തൽക്കാലത്തെ അവസ്ഥയിൽ നിന്ന് ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇവിടെ അവബോധം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കണ്ടില്ലേ, അവബോധം ഉണ്ടാകും. നമ്മൾ ചിലപ്പോഴൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് ഉത്തരം കിട്ടാതെ നമ്മൾ കുഴങ്ങും, അല്ലേ? 1-2 ദിവസം കഴിയുമ്പോൾ തെളിഞ്ഞു വരുന്നു, അതിനുള്ള വ്യക്തമായ ഉത്തരം നമുക്ക് തെളിഞ്ഞു കിട്ടും. അതാണ് പറയുന്നത്, ഒരു അവബോധം ഉണ്ടാകും, ഒരു തിരിച്ചറിവുണ്ടാകും.
മനസ്സിലായ തൽക്കാലത്തെ അവസ്ഥയിൽ നിന്ന് ഒരു തിരിച്ചറിവ് ലഭിക്കുന്ന എനർജിയാണ് നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഇവിടെ നോക്കി നിൽക്കുന്ന കാര്യം ചിലപ്പോൾ സാധ്യമാകും. അതാണ് ഇവിടെ നിങ്ങൾ ആവേശത്തോടുകൂടി കാത്തിരിക്കുന്ന കാര്യങ്ങൾ സാധ്യമാകാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. നമുക്കിവിടെ ഒറക്കിൾ കാർഡ്സ് കൂടി ഒന്ന് നോക്കാവേ. രണ്ട് മൂന്ന് കാർഡ്സ് എടുക്കാവേ. ഇവിടെ മാസ്റ്റർ, നിങ്ങൾ ആരുടെയൊക്കെ മാസ്റ്റർ ആവാൻ പോകുന്നു. കണ്ടില്ല, ഇവിടെ ഫുൾ കാർഡ് വന്നപ്പോഴേ ഞാൻ പറഞ്ഞു, സൺ കാർഡ് വന്നപ്പോഴേ പറഞ്ഞതാണ്, ആരുടെയൊക്കെ മാസ്റ്റർ ആവാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. കാരണം മറ്റുള്ളവരെ ഗൈഡ് ചെയ്യാനുള്ളത്, മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്, പല നിർദ്ദേശങ്ങളും കൊടുത്തിട്ട് അവരെ മുന്നോട്ട് നയിക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. അവർ അവരുടെ മെന്ററായിട്ട് അല്ലെങ്കിൽ ഒരു മാസ്റ്ററായിട്ട് നിങ്ങളെ കരുതാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിൽ പലരുടെയും, നിങ്ങളെന്ന വ്യക്തി പലരുടെയും മാസ്റ്റർ ആവാൻ പോകുന്നു. വളരെ നല്ല കാര്യമല്ലേ? കാരണം അതുപോലെ നിങ്ങൾക്ക് അറിവ് ലഭിക്കുന്നുണ്ട്, അതുകൊണ്ടല്ലേ അങ്ങനെ ഒരു എനർജി വരുന്നത്. റിബലാണ് വന്നിരിക്കുന്നത്. സപ്രേഷൻ വന്നിരിക്കുന്നു. റിബലാണ് പിന്നീട് നമുക്ക് വന്നിരിക്കുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു യോദ്ധാവുണ്ട്. ആ യോദ്ധാവിനെ പുറത്തേക്ക് വിടൂ. കാരണം ആ യോദ്ധാവിനെ ഒന്ന് റിലീസ് ചെയ്യൂ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യുദ്ധം ചെയ്യാനുള്ള ഒരു കഴിവുള്ള വ്യക്തിയാണ് യോദ്ധാവ് എന്ന് പറയുന്നത്. ആ യോദ്ധാവിന് ഭീരുത്വം ഉണ്ടാവാൻ പാടില്ല, ഉണ്ടാവരുത്, ഭീരുവാകാൻ പാടില്ല. മനസ്സിലായി? ഒരു കാര്യത്തിലും നിങ്ങൾക്ക് പേടി കൊണ്ടുവരാൻ പാടില്ല. ഒരു പേടിയോടുകൂടി ഏത് കാര്യത്തെ നിങ്ങൾ സമീപിച്ച് നോക്കൂ, അത് നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് തന്നെ വരൂ. എവിടെയെങ്കിലും എക്സാം എഴുതാൻ തോന്നുന്നു, വളരെയധികം പേടിച്ച് വരച്ച് പോയി കഴിഞ്ഞാൽ ശരിയാകുമോ? എവിടെയെങ്കിലും ഒരു സ്റ്റേജിൽ കയറി എന്തെങ്കിലും ഒരു പെർഫോമൻസിന് നിങ്ങൾ പോവുകയാണ്, അവിടെ നിങ്ങൾക്ക് പേടിയാണെങ്കിൽ എന്താണ്, അവിടെ കുഴഞ്ഞു വീഴും, അത്രയും സംഭവിക്കത്തുള്ളൂ. അല്ലാതെ പോകുന്ന കാര്യം സാധ്യമാക്കാൻ പറ്റുമോ? സാധ്യമാകുകയില്ല. ഉള്ളിലൊരു ഒരു എനർജി ഉണ്ടാവണം, ഈ പറഞ്ഞതുപോലെ ഒരു മനഃശക്തി ഉണ്ടാവണം, ഒരു പവർഫുൾ ആവണം. നിങ്ങൾ ഉള്ളിലെ പേടി കളഞ്ഞ് നിങ്ങൾ കൂടുതലായിട്ട് പവർഫുൾ ആയിട്ട് മുന്നോട്ട് വരണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അത് ഏത് കാര്യത്തിനും നിങ്ങൾക്ക് അതാണ് ആവശ്യം. ആരോടെങ്കിലും ഒന്ന് സംസാരിക്കണം, വളരെയധികം പേടിച്ചിരിക്കുകയാണ്, എനിക്ക് അവരോട് സംസാരിക്കാൻ വയ്യ എന്ന് പറഞ്ഞു. എന്തിന് പേടിക്കണം? പറയാനുള്ള കാര്യങ്ങൾ തുറന്ന് പറഞ്ഞുകൂടെ? അവിടെ പേടിയുടെ ആവശ്യമില്ല. എന്തിനു പോയാലും ഒരു പേടിയുടേതായ ആവശ്യം ഇല്ല ഒന്നിനും. അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ആ പോരാളിയെ ഒന്ന് പുറത്തെടുക്കൂ എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. പൊരുതി നേടണം. വിജയം നേടുന്ന എപ്പോഴും എങ്ങനെയാണ്? പൊരുതി നേടണം. മനസ്സിലായോ? ആ പൊരുതി നേടുന്ന വിജയത്തിന് എന്താണ് ഒരു മാധുര്യമുള്ളത്? അതാണ് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നതിന്, അവിടെയാണ് നമുക്കൊരു സന്തോഷം ലഭിക്കുന്നത്. മനസ്സിലായ? അങ്ങനെ വേണം നിങ്ങൾ മുന്നോട്ട് വരാൻ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ സെപ്പറേഷനാണ്. പല കാര്യങ്ങളിലും മറ്റുള്ളവർ പറയുന്നത് കേട്ട് ജീവിച്ചേ മതിയാകൂ എന്നുള്ള ഒരു എനർജി ഉണ്ടാകും പലർക്കും. അത്തരത്തിലുള്ള ഒരു അവസ്ഥ ഉണ്ടാകും. അങ്ങനെയുള്ള അവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന ചിലരെങ്കിലും കാണും ഇവിടെ ഈ വീഡിയോ കാണുന്നത്. സ്വന്തമായിട്ടൊരു സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ, സ്വന്തമായിട്ടൊരു അഭിപ്രായം പറയാൻ പറ്റുന്നില്ല. നിങ്ങൾ ആ ഒരു എനർജിയിൽ ഇരിക്കരുത്, അവിടെ നിന്നും പുറത്തേക്ക് വരണം. മനസ്സിലായോ? മറ്റുള്ളവർ പറയുന്നത് കേട്ട് നശിപ്പിക്കാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല കഴിവുകളുള്ള വ്യക്തിയാണ്. കണ്ടില്ലേ, ഇവിടെ മാസ്റ്റർ വന്നിരിക്കുന്നത്. നിങ്ങൾ മറ്റുള്ളവരുടെ മാസ്റ്റർ ആവേണ്ട വ്യക്തിയാണ്. അപ്പോൾ പിന്നെ ഇത്തരത്തിലുള്ള എനർജിയിൽ ഇരിക്കാൻ പാടില്ല. നിങ്ങൾ പുറത്തേക്ക് വരണം. വളരെയധികം ധൈര്യത്തോടു കൂടി പറയാനുള്ളത് പറയുകയും പ്രവർത്തിക്കാനുള്ളത് പ്രവർത്തിക്കുകയും ചെയ്യുക. അതാണ് വേണ്ടത്. ആത്മവിശ്വാസം കൊണ്ടുവരണം. ആത്മവിശ്വാസം വേണമെങ്കിൽ കുറച്ചൊക്കെ ദൈവികമായ എനർജിയും ഉണ്ടായിരിക്കണം. അതാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇതൊക്കെയാണ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. അപ്പോൾ പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.